ഹലോ ഗൈസ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാനാണല്ലേ ഇഷ്ടം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എള്ള എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അവിലും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് പ്രത്യേകം ഒന്ന് മാറ്റണം. അപ്പോൾ അതാണ്ട് അവിൽ വറുക്കാൻ എടുത്തിട്ടുണ്ട്. അവിലൊന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് പൊടിഞ്ഞ് കൈവച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വറുത്ത് കിട്ടിയെന്നാണ് അർത്ഥം. എള്ള് വറുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പം മണി പോലെ ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പോഴത്തേക്ക് നമുക്ക് അത് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കി വെച്ചേക്കണം. പിന്നെ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ചിരകിയതുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് അവിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് അതിൻ്റെ തോലൊന്ന് കളയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എള്ള് വിളയിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടാക്കണേ. ടാറ്റാ.